പ്രണയ മൽഹാർ. ഓഫീസിൽ പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ എന്നോട് എന്തേലും ഒളിച്ചു വെക്കുന്നുണ്ടോ? ആരവ് ദുർഗയെ നോക്കി. എടാ, ഞാൻ പറഞ്ഞ സത്യ. സാർ എന്നോട് ഈ ജോലിയിൽ നിന്ന് പിന്മാറി പോകണമെന്ന് പറഞ്ഞു. കാരണം സാറിൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനെ എൻ്റെ പൊസിഷനിലേക്ക് നിയമിക്കണമെന്ന്. ഞാനത് എതിർത്തു. അത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ കുറേ ചീത്തയൊക്കെ വിളിച്ചു. അപ്പോഴേക്കും മേനോൻ സാർ വന്നു. സാറിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാറിനോട് ജോലിക്ക് വന്നോളാനും പറഞ്ഞു. അതേ നടന്നുള്ളൂ. എന്നെ നിയമിച്ചതിന് ദേവരാജ സാറിനെ അയാൾ കണക്കിന് സഹായിച്ചു അത്രേ. ഷോ, ഇതെന്തൊക്കെ സംഭവങ്ങൾ അരങ്ങേറിയേ. കഷ്ടായല്ലോ പെണ്ണെ. ഞാൻ കാരണമാണ് നിനക്ക് ബുദ്ധിമുട്ടായില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? സാറ് പറയുന്നൊക്കെ പറയട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ എനിക്ക് സാറിനോട് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യേണ്ടി വന്നത് എൻ്റെ ഗതികേട് കൊണ്ടാണ്. നിനക്കറിയോ, ഇന്നലെ അച്ഛൻ്റെ കടയിൽ ബാങ്കിൽ നിന്ന് ആള് വന്നു. മാനേജരൊക്കെ കൂടി വന്നിട്ട് ഒരുപാട് ബഹളം വെച്ചു. ഞങ്ങളുടെ സ്ഥലം ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹം അച്ഛനോട് കുറെ വഴക്കുണ്ടാക്കി. പാവം എൻ്റെ അച്ഛൻ അവരുടെയൊക്കെ മുമ്പിൽ തലകുനിച്ച് നിന്നുടാ. പറഞ്ഞപ്പോൾ ദുർഗയ്ക്ക് വാക്കുകൾ ഇടർന്നി. തികട്ടി വന്ന സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടവൾ ആരവിനെ നോക്കി. എടാ, ഞങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഓരോ ദിവസവും ഏറെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ അച്ഛൻ ഇത്രയും വലിയ ബാധ്യതയൊക്കെ ഒറ്റയ്ക്കെങ്ങനെ വീണ്ടും? അതുകൊണ്ട് ആ പലചരക്ക് കട കൊണ്ട് മാസം തോറും 25,000 രൂപ അടുത്തു വേണം ഇനി ബാങ്കിൽ അടയ്ക്കാൻ. ഒരു പ്രകാരത്തിൽ ഞാൻ ആ മാനേജരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും നടപടിയെടുക്കും. ആ അവസ്ഥയിലാണ് ഞങ്ങൾ. ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈയും കാലും പിടിച്ചു പറഞ്ഞതാണ് കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് സാവകാശം തരാന്. എത്ര തവണ പറഞ്ഞിട്ടാണെന്നോ അദ്ദേഹം മനസ്സെങ്കിലും കാട്ടിയത്? എല്ലാം ഈ ജോലി മുന്നിൽ കണ്ടുകൊണ്ടാ. അതുകൊണ്ട് എനിക്ക് ജോലി ഉറപ്പായും വേണോ ആരോ? കാശി സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ ജോലിയിൽ നിന്ന് പിന്മാറിപ്പോകില്ല. അത് തീർച്ചയാണ്. ഒരു നെടുവീർപ്പോടെ അവൾ ആരവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എടി, പക്ഷെ സാർ എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, എല്ലാം കേട്ടോളാം. എന്നാലും ശരി, എനിക്ക് കമ്പനിയിൽ നിന്ന് റെസിഗ്നേഷൻ കൊടുത്ത് മാറാൻ പറ്റില്ല. ഈ വരുമാനം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുപക്ഷെ. പറയുകയും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടതും ആരവിനും സങ്കടമായി. നീ വേണ്ടാത്ത സംസാരമൊന്നും പാടില്ല കേട്ടോ. ഒരെണ്ണം തിരിഞ്ഞാൻ. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. സത്യം ഞാൻ പറഞ്ഞേ, മടുത്തൂടാ, വയ്യ. ഈ ടെൻഷൻ അടിച്ച് മടുത്തു ഞങ്ങൾ. എത്രയോ പ്രതീക്ഷയോടെയാ എൻ്റെ ചേച്ചി വിവാഹം കഴിഞ്ഞ് അനീഷിൻ്റെ വീട്ടിൽ പോയത്. എന്നിട്ട് അയാളും ആ വീട്ടുകാരും ചേർന്ന് എൻ്റെ ചേച്ചി എന്തോരം ബുദ്ധിമുട്ടിച്ചു. മടുത്തിട്ടാ അച്ഛനോട് ചെന്നിട്ട് ഗർഭിണിയായ ചേച്ചി വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത്. കുഞ്ഞിനെ കാണാൻ പോലും അവരാരും ഇതുവരെയൊന്നും വന്നിട്ടില്ല. എന്തൊരു മനുഷ്യരാണവര്. പോട്ടടി, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി അതൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ നീ വിഷമിക്കുന്നത്? ചേച്ചിയെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങളുടെ അച്ഛൻ ഈ ബാധ്യതയൊക്കെ എടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് ചേച്ചിയുടെ ജീവിതവും നശിച്ചു. അച്ഛന് കടം മാത്രം ബാക്കിയുമായി. അവൾ പിന്നെയും വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എടി, ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും. അതായിരുന്നു നിനക്ക് മേനോൻ സാറിൻ്റെ കമ്പനി ജോലി ലഭിച്ചത്. പിന്നെ കാശി സാർ അങ്ങനെയൊന്നും നമ്മുടെ കമ്പനിയിൽ ഇരിക്കാറില്ല. വല്ലപ്പോഴും ഒന്ന് വരും, ഒരാഴ്ച നിന്നിട്ട് പോവുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മേനോൻ സാറും ദേവരാജൻ സാറുമാണ്. നീ അവർ പറയുന്നത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ പെണ്ണേ. ആരവ് അവളെ സമാധാനിപ്പിച്ചു. സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടടാ. ഞാനും പൊരുതി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അല്ലാണ്ട് പറ്റില്ല. ദുർഗ പറഞ്ഞു. അതേടി, നമുക്ക് പോകാം. നീ വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങളെല്ലാവരും നിന്റെ ഒപ്പമുണ്ട്. അവൻ പറഞ്ഞതും ദുർഗ ഒന്ന് പുഞ്ചിരിച്ചു. നേരം വൈകി. എങ്കിൽ ശരിയടാ, ഞാൻ പോവാം. ഡി, ബൈക്കിൽ കയറുന്നോ? വേണ്ടടാ, ഇനി ആ പേരുദോഷം കൂടി കേൾക്കാൻ എന്നെക്കൊണ്ട് ത്രാണിയില്ല. ചിരിയോടെ പറഞ്ഞിട്ട് ദുർഗ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അല്പം നേരത്തെ തന്നെ കാശി ഓഫീസിലെത്തി. കുറച്ചേറെ വർക്കുകൾ തീർക്കാനുണ്ട്. അച്ഛൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും സർജറിയുമായി ബന്ധപ്പെട്ട് ഓഫീസിലെ കാര്യങ്ങൾ നോക്കുവാനേ
അച്ഛൻ 4-5 മാസങ്ങളായിട്ട് വരുന്നതേ ഇല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേവരാജനെ അറിയിക്കും. അയാൾ നോക്കിയിട്ട് അച്ഛന് റിപ്ലൈ കൊടുക്കും. അതാണ് പതിവ്. നാട്ടിൽ വന്നപ്പോഴാണ് കാശി ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയത്. താൻ ചെയ്യേണ്ട വർക്കുകൾ കുറേയുണ്ടെന്ന് കാശിക്ക് തോന്നി. അതുകൊണ്ട് നാട്ടിൽ നിൽക്കാമെന്ന് കരുതി. ഓഫീസിലേക്ക് എത്തിയപ്പോൾ ദുർഗയെ കണ്ടതും ഗുഡ് മോർണിംഗ് സർ. കാശിയെ കണ്ട് മിന്ന അവനെ വിഷ് ചെയ്തു. മോർണിംഗ്. ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞ ശേഷം അവൻ മുന്നോട്ട് പോയി. സർ ഗുഡ് മോർണിംഗ്. പിന്നിൽ നിന്ന് കാശിയോടായി ആരോ വിഷ് ചെയ്തതും അവൻ തിരിഞ്ഞു നോക്കി. അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വന്ന ദുർഗയാണ് അവൻ കണ്ടത്. ഒരു കോട്ടൺ സാരിയൊക്കെ ഉടുത്ത് മനോഹരിയായിട്ടാണ് അവൾ. കാശിനാഥന്റെ മുഖം ഇരുണ്ടു. പല്ലുകൾ അമർത്തി കടിച്ചു പിടിച്ചുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്താടി? എന്താണെന്നോ? ഇതെന്താ സാർ ഇങ്ങനെ ചോദിക്കുന്നേ? അവൾ വിടർന്ന മിഴിയാല് പുഞ്ചിരിയോടുകൂടി അവനെ നോക്കി. ആരോട് ചോദിച്ചിട്ടടി നീ ഇങ്ങോട്ട് വന്നത്? കാശിയുടെ ശബ്ദം വല്ലാണ്ട് മുരണ്ടു. സാർ എന്താ ജോക്ക് പറയുവാണോ? എടി ഷോ, ഈ സാറ് ഇങ്ങനെ ബഹളം വെക്കില്ലേ, എല്ലാരും ശ്രദ്ധിക്കുന്നു. അവൾ തിക്കും പോക്കും നോക്കിയ ശേഷം അവനോട് പതിയെ പറഞ്ഞു. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങി പോടി പുല്ലേ. പോകാനോ? എങ്ങട്? ഈ കാശിയേട്ടൻ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പെട്ടെന്നായിരുന്നു കാശിനാഥൻ അവളുടെ വലത് കൈത്തൊടയിൽ അമർത്തിപ്പിടിച്ചത്. അവളെയും വലിച്ചുകൊണ്ടവൻ തന്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. ദുർഗ നോക്കിയപ്പോൾ റിസപ്ഷനിസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ദുർഗ കാശിയുടെ പിടുത്തം വിടുവിക്കുവാൻ പരമാവധി നോക്കി. എന്നാൽ അവളെയും കൊണ്ട് തന്റെ റൂമിന്റെ ഡോർ തുറന്നവൻ അകത്തേക്ക് കയറി. ശേഷം വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. ദുർഗയ്ക്ക് പേടിച്ചിട്ട് ശ്വാസം വിലങ്ങി. കാശി അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. നിന്നോട് ഇന്നലെ മലയാളത്തിലല്ലടി ഞാൻ പറഞ്ഞത്, ഇനി മേലിൽ ഈ ഓഫീസിൽ കാലെടുത്ത് കുത്തരുതെന്ന്. എന്നിട്ട് അതൊന്നും അനുസരിക്കാതെ നീ എന്തിനാടി ഇന്ന് വീണ്ടും വന്നത്? ഞാനിവിടുത്തെ സ്റ്റാഫായതുകൊണ്ട്. എന്തേ, സാറിന് മനസ്സിലായില്ലേ? കൂസാതെ അവളും ചോദിച്ചു. ദുർഗ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. ഓ, ഈ ആളുടെ ദേഷ്യമൊക്കെ എനിക്ക് ശരിക്കും അറിയാം. പ്രണയം മാറി വിതർന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി പറഞ്ഞു. ഒപ്പം അവന്റെ നെഞ്ചിൽ അവളുടെ ചൂണ്ടുവിരൽ അമർത്തി. ഈ നെഞ്ചിൽ ചേർന്ന് കിടന്നവളാ ഞാന്. കാശിയേട്ടൻ അത് മറന്നുപോകല്ലേ? അവൾ നാണത്തോടെ പറഞ്ഞു. ഡീ ദുർഗ, നീ ഒരുപാട് ഓവറാകുന്നുണ്ട്. അവൻ അലറി. ഓ, ഇങ്ങനെ ബഹളം കൂട്ടല്ലേ, ഞാൻ പേടിക്കുന്നേ. അവൾക്ക് പിന്നെയും കുറുമ്പ്. എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ആരെങ്കിലും കേട്ടാലേ എനിക്ക് നാണക്കേടുണ്ടേ. അതുപോലെ കാശിയേട്ടനും നാണക്കേടാവും. ഞാനേ ഈ ആളുടെ ഭാര്യയാണെന്ന് ഇവിടെ മറ്റാർക്കും അറിയില്ലല്ലോ. കാശിയുടെ നെഞ്ചിൽ വീണ്ടും വിരലമർത്തിക്കൊണ്ട് ദുർഗ പറഞ്ഞതും അവന്റെ ഇടം കൈ അവളുടെ ഇടുപ്പിൽ അമർന്നതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുള്ള അവന്റെ ആ നീക്കം അവളൊന്നു പിടഞ്ഞു. കാശി അവളുടെ സാരിയുടെ വിടവിലൂടി അവന്റെ കൈ അകത്തേക്ക് കയറ്റി അവളുടെ പൊക്കിൾ ചുഴിയിൽ അവന്റെ ചൂണ്ടുവിരൽ അമർത്തിയതും ദുർഗയ്ക്ക് ശ്വാസം വിലങ്ങി. സർ പ്ലീസ്. അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. പൂക്കല പോലെ വെറുക്കുകയാണവൾ. എന്താ? അവൻ അവളുടെ മുഖത്തേക്ക് അല്പം കുനിഞ്ഞു വന്നു. അവന്റെ ശ്വാസം അവളുടെ കവളി തട്ടി. അവളുടെ കൺപീലികൾ നനയാൻ വെമ്പി നിൽക്കുന്നു. സർ വേണ്ട. അവൾ ദയനീയമായി അവനെ നോക്കി. കാശിയുടെ അങ്കുലികൾ അവളുടെ നാഭിച്ചുഴിയിൽ വിസ്മയം തീർക്കാനായി തുനിഞ്ഞതും അവൾ പിന്നോട്ട് വീച്ചുപോയി. ഈ കാശിനാഥനോട് കളിക്കാനായിട്ടില്ല നീയൻ. നിന്നേക്കാൾ കൂടിയവളുമാർ വന്നു നോക്കിയിട്ട് നടന്നില്ല. പിന്നെയാണോടി നിന്നെപ്പോലൊരു പീറപ്പെണ്ണ്? അവൻ അവളെ പിടിച്ച് തള്ളിയതും ദുർഗ നിലത്തേക്ക് വീണു പോയിരുന്നു. അവിടെ കിടന്നിരുന്ന മേശയിൽ ദുർഗയുടെ നെറ്റിപോയി ശക്തിയിലടിച്ചു. ആ, വേദന കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു തോവി. ഇറങ്ങിക്കോണം, അല്ലാതെ ഇവിടെ പിടിച്ചു തൂങ്ങി കഴിയാനാണ് നിന്റെ ഭാവമെങ്കിൽ വെറുതെ വിടില്ല ഞാൻ. ഈ കാശിനാഥനെ നിനക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ലോകം മുഴുവൻ കറങ്ങിയവനടി ഞാൻ. തറയിൽ നിന്നും ഒരു പ്രകാരത്തിൽ എഴുന്നേറ്റ് ദുർഗ നേരെ നിന്നു. ഇപ്പോൾ സമയം 9:45. 10 o'clock മുമ്പ് നീ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോണം. ഇല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങളും നീ അനുഭവിക്കാൻ റെഡിയായി നിന്നോണം. കാശി ചെന്നിട്ട് ഡോറിൻ്റെ ലോക്ക് മാറ്റി.
മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് ദുർഗ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തുടരും.